ഡേ 9 ഓഫ് 90 സെക്കൻഡ്സ് ഓഫ് വാട്ട് എയ്റ്റിൻ്റെ ഡേ. സ്റ്റാർട്ടിങ് മൈ ഡേ വിത്ത് ഇന്നലത്തെ പോലെ തന്നെ ഒരു കലക്കി പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇവിടെയും ബീഫൊക്കെ കിട്ടുന്ന ഒരു കടലക്കറി. ഇന്ന് ഷാനുൻ്റെ കൂടെ ഷാൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് കൊണ്ടോട്ടി പോവുകയാണ്. അപ്പോൾ ലായനെ രാവിലെ തന്നെ റെഡിയാക്കി നിർത്തി ഞാനും റെഡിയായി പോകാൻ നിൽക്കുമ്പോൾ ചെറിയൊരു ക്ഷീണം. അപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് പോകാൻ തുടങ്ങി. വണ്ടി കയറിയ പാടെ ആളുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാനുൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ അത്യാവശ്യം നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് കഴിക്കാൻ കയറി ലായ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഞ്ഞിയായിരുന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത ആ ഒരു ടൈം കൊണ്ട് ലായ്ക്കുള്ള കഞ്ഞിയും കൊടുത്തിട്ട് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. മന്തി അൽഫാമും ആയിരുന്നു. അപ്പോൾ അത് കാണിച്ച് ആരും പ്രലോഭിപ്പിക്കണില്ല. അതും കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് പിന്നെ വണ്ടി കയറിയിട്ട് ലായിൻ്റെ ആ ഒരു കഞ്ഞിൻ്റെ പവർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ദുൽമായിട്ട് പുറത്തേക്ക് വരുന്നത് കേട്ടോ. പിന്നെതാ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മമ്മ മമ്മ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വിളി കേൾക്കുമ്പോൾ വലിയൊരു സുഖം ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെ. അതൊന്ന് കേട്ടത് ആ ആ ആ അങ്ങനെ ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. തിരിച്ച് പെരിന്തൽമണ്ണ എത്തിയപ്പോൾ അവിടെ ഫ്രൂട്ട്സ് എന്നുള്ള ഷോപ്പിൻ്റെ ഒരു ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഫ്രൂട്ട് യോഗട്ട് ബൗള് ഉണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്ന് ഡിന്നറായിട്ട് എടുക്കാമെന്ന് കരുതി കയറിയതാണ്, പക്ഷെ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ ഇമ്പോർട്ടൻറ്റ് ഫ്രൂട്ട്സ് ഉണ്ട്, അതും നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും നല്ല ഫ്രഷാണ്, കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നിക്കുന്ന പോലെയാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തതും. പിന്നെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ് ഇവിടെ വന്നിട്ടുള്ളതും. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഒരു ആപ്പിളും കഴിച്ചിട്ട് ഇന്നത്തെ ഡിന്നർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.